ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസോൺ വേൾഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുക്കുന്നുണ്ടായിരിക്കുക ഇലിസ്ട്രേഷൻ നമ്പർ 2 ആയിരിക്കും. ഇലിസ്ട്രേഷൻ നമ്പർ 2 നിങ്ങൾക്ക് എല്ലാ ബേസിക്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ തിയറി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇലിസ്ട്രേഷൻ നമ്പർ 2 സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ മലയാളത്തിൽ തന്നെയാണ്. നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എ സർട്ടൻ കെമിക്കൽ മിക്സ്ചർ ഇസ് 40% മെറ്റീരിയൽ എ അറ്റ് റുപ്പീസ് 200 per ton ആൻഡ് 60% മെറ്റീരിയൽ ബി അറ്റ് റുപ്പീസ് 300 per ton. അതായത് ഈ സംഭവം ആക്ച്വലി ബഡ്ജറ്റഡ് ആണ്. ഈ 40%, 60% എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ബഡ്ജറ്റഡ് ആണ്. ഓക്കെ, ഈ തന്നിട്ടുള്ളതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോസ്റ്റുകൾ തന്നെയാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മെറ്റീരിയൽ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻ ആക്ച്വലി ബഡ്ജറ്റഡ് ആണ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലോസ് 10% വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ലോസ് മിക്ക ക്വസ്റ്റ്യനിലും കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ എക്സാമിലൊന്നും നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികളോ പ്രൈസോ തരാനുള്ള ചാൻസുകളില്ല, കുറവാണ്. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസിലും ഈ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ലോസ് വന്നതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ പറയുന്ന ലോസ്. അതായത് ഈ ലോസിന് മുൻപത്തെ വാല്യൂസ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കാൽക്കുലേഷന് വേണ്ടി എടുക്കാനായിട്ട്. സോ ആദ്യം നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ലോസ് എന്താണെന്നുള്ള അറിയണം. ഈ സ്റ്റാൻഡേർഡ് ലോസിന് അതേ ശതമാനം തന്നെ ആക്ച്വലി വരണമെന്നില്ല. ആക്ച്വലി ശരിക്കും വന്നിട്ടുള്ള ലോസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ സംഭവം സ്റ്റാൻഡേർഡിൻ്റെ കാൽക്കുലേഷന് വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുള്ളൂ. പിന്നെ നമുക്ക് ഈ ലോസിൻ്റെ മുൻപത്തെ വാല്യൂസാണ് നമുക്ക് ഈ വാരിയൻസസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. നമുക്ക് 10% സ്റ്റാൻഡേർഡ് ലോസ് ആണ്. പിന്നെ പറയണത് ആക്ച്വലി അവർ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഡ്യൂറിങ് എ പീരീഡ് ദേ യൂസ്ഡ്. ഇനി അവർ ശരിക്കും ഉപയോഗിച്ച കാര്യങ്ങളാണ് പറയുന്നത്. മെറ്റീരിയൽ എ 90 tons യൂസ് ചെയ്തു, മെറ്റീരിയൽ ബി 110 tons യൂസ് ചെയ്തു. അതിൽ മെറ്റീരിയൽ എയിൻ്റെ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടണ്ണിന് 150, മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് ഒരു ടണ്ണിന് 340 സോ ആക്ച്വലി ഡാറ്റകൾ അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അതും അതുപോലെ തന്നെ പ്രൊഡക്ഷനും അവർ നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് 182 tons. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്നിട്ടാണ് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഈ സ്റ്റാൻഡേർഡ്. ബഡ്ജറ്റിൻ്റെ ബേസിൽ നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ്. ബഡ്ജറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിൻ്റെ ബേസിസിൽ നമ്മൾ ശരിക്കും ആക്ച്വൽ നടന്നിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 182 tons തന്നെയായിരിക്കും എന്തിലും വരിക, സ്റ്റാൻഡേർഡിലും ആക്ച്വലും വരിക. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് തന്നെയാണ് നമ്മൾ ബോത്ത് സ്റ്റാൻഡേർഡിലും ആക്ച്വലും എടുക്കുക കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം വെച്ചാൽ സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ, ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഡാറ്റയുടെ ബേസിസിലായിരിക്കും എന്നുള്ളത് മാത്രം. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ പ്രൈസ് യൂസേജ് മിക്സ്. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യനിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. എനിക്കിവിടെ ആ കൂടി കറക്കുറൊക്കെ കാണാണ്ടാന്ന് ഞാൻ ഇംഗ്ലീഷ് കോണ്ടന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൻ്റെ സെയിം നോട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ അതാണല്ലോ. അതായത് സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10% ആണെന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് 100% നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളെപ്പോഴും ഇൻപുട്ട് 100% എടുക്കുക. ഓക്കെ, നമ്മൾ എത്ര ഇൻപുട്ട് ചെയ്താൽ 100% എടുക്കും. കാരണം ലോസ് വന്നതിന് ശേഷമാണ് അതിൽ കുറവുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ 100% കൊടുക്കുന്നു, ലോസ് 10% വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 90% ഈക്വൽ ആണെന്നുള്ള ലെവലിലാണ്. അതായത് ഇപ്പോൾ 182 tons ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനാണ് ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിക്കോ, നമുക്ക് ഈ 182 tons എന്ന് പറയുന്നത് ലോസ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണെന്ന് അറിയാം. നമുക്ക് ലോസിന് മുന്നത്തെ എമൗണ്ട് ആണ് വേണ്ടത്, എന്നാലാണ് കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, 182 ഡിവൈഡ് ബൈ 90. ബിക്കോസ് എന്താണ് 182 tons is equal to 90%. ഓക്കെ, അപ്പോൾ നമുക്ക് 100% ഈക്വൽ ആയിട്ടുള്ളത് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. അതായത് 182 ഡിവൈഡഡ് ബൈ 90 into 100 ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ 202.2 നമുക്ക് കിട്ടി. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക തരം റേഷ്യോ പറഞ്ഞിട്ടുണ്ടല്ലോ വെരി ബിഗിനിങ്ങിൽ തന്നെ, 40%, 60% എന്നൊക്കെ പറഞ്ഞിട്ട്. 40% മെറ്റീരിയൽ എയും
60% മെറ്റീരിയൽ ബിയും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഈ 202 നമ്മൾ വിഭജിക്കുകയാണ്. അതായത് 202 ഇൻറ്റു 40% ചെയ്യുക, ഇൻറ്റു 60% ചെയ്യുക, നമുക്കിത് രണ്ടും കിട്ടും. ഓക്കെ, രണ്ട് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ ഈ 200 300 ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതാണ്. ഇത് ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതാണ്. ആക്ച്വൽസ് ആണ് കേട്ടത്. ഈ സംഭവം ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്, ആക്ച്വൽ പ്രൈസ്, അതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ടത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ റെഫർ ചെയ്ത് നോക്കിയാൽ മതിയിട്ട്, ഞാൻ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ 202 നമ്മൾ 40% 60% എന്ന ലെവലിൽ നമ്മൾ വീതിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ്ലി ക്വസ്റ്റൻ ഉള്ളതാണ്, ഇത് ഡയറക്റ്റ്ലി ക്വസ്റ്റൻ ഉള്ളതാണ്, ഇതും ക്വസ്റ്റൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷനൊക്കെ സിമ്പിളാവും. 18.88 ഇൻറ്റു 200 ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും. എന്നിട്ട് ഇതിനെ ടോട്ടൽ ചെയ്ത് ഇതിനെ ടോട്ടൽ ചെയ്ത് അതുപോലെ തന്നെ ആക്ച്വലും ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിന് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളതാണ് അവരുടേത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ വാല്യൂ ആണ്, 52,572. ആക്ച്വൽ കോസ്റ്റ് ആയിട്ട് 53,600 ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാൻഡേർഡിൽ നിന്ന് ആക്ച്വൽ കുറച്ചു, 1028 വന്നു. ഇത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഈ കാൽക്കുലേറ്ററിൽ വരുന്ന സൈൻ ഡിപ്പെൻഡ് ചെയ്യരുത്. അത് കണ്ടുപിടിക്കാനായിട്ട് അഡ്വേഴ്സ് ആണ് ഫേവറബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആ കാൽക്കുലേറ്ററിൽ വരുന്ന ആൻസറിൽ വരുന്ന സൈൻ ഡിപ്പെൻഡ് ചെയ്യരുത്. ചില കേസുകളിൽ അത് നമുക്ക് തെറ്റായിട്ട് വരാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി ഈൽഡൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നം വേഗം മനസ്സിലാവുക. അതായത് നമ്മൾക്ക് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ ഇത്രേ വരേണ്ടിയിരുന്നുള്ളൂ, 52,572 രൂപയെ വരേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ എത്ര വന്നു, 53,600 കോസ്റ്റ് വന്നു, എക്സ്ട്രാ വന്നു. അതായത് ഒരു പൊട്ടൊരു സിറ്റുവേഷനാണ്, അഡ്വേഴ്സ് സിറ്റുവേഷനാണ്. സോ 1028 അഡ്വേഴ്സ് എന്നുള്ളത് വന്നു. ഓക്കെ, അത് ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈസ് വാരിയൻസ് ആണ്. പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മൾ പ്രൈസുകളെയാണ് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അതായത് നമ്മളിത് സെപ്പറേറ്റ് വിധം ചെയ്യണം. അതായത് ഇവിടെ നമ്മളിപ്പോൾ മെറ്റീരിയൽ എക്ക് സെപ്പറേറ്റ് ചെയ്യുക, മെറ്റീരിയൽ ബിക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് എടുക്കുന്നത്, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, യൂസേജ് വാരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ മിക്സ് വാരിയൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, എ ബിക്കൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മൾ നെറ്റ് എഫക്റ്റ് ആണ് എടുക്കുന്നത്. SR മൈനസ് AR ഇൻറ്റു എക്ക്. അപ്പോൾ SR മൈനസ് AR ഇൻറ്റു എക്കും. അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കണേ. എൻ്റെ കേസ് 200 മൈനസ് 180 ഇൻറ്റു 90, അതുപോലെ തന്നെ 300 മൈനസ് 340 ഇൻറ്റു 110. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഫേവറബിൾ വന്നു, രണ്ടാമത് ചെയ്തപ്പോൾ അഡ്വേഴ്സ് വന്നു. സോ നമ്മൾ നെറ്റ് എഫക്റ്റ് എടുത്ത് നോക്കുമ്പോൾ 2600 അഡ്വേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ അഡ്വേഴ്സ് ആയി. ഓക്കെ, അടുത്തത് യൂസേജ് വാരിയൻസ് നമ്മൾ നോക്കുമ്പോൾ യൂസേജ് വാരിയൻസ് എങ്ങനെയാണ്, 18.88 മൈനസ് 90 ഇൻറ്റു 200 എൻ്റെ കേസിൽ. ബിൻ്റെ കേസിൽ 121.32 മൈനസ് 110 ഇൻറ്റു 300 അങ്ങനെ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ കേസിൽ അഡ്വേഴ്സ് ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ ഫേവറബിൾ ആയിരുന്നു. സോ ഫേവറബിൾ ആണ് വലുത്. സോ നെറ്റ് എഫക്റ്റ് വന്നപ്പോൾ 1572 ഫേവറബിൾ വന്നു. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് കണ്ടെത്താണ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് കണ്ടെത്താനായിട്ട് ആർക്ക് വേണം, നമുക്ക് RSQ വേണം അല്ലേ. അതായത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി വേണം. എന്താണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? ആക്ച്വൽ ക്വാണ്ടിറ്റി റിവൈസ്ഡ് ഇൻ ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ്. അതാണ് ഈ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇവിടേക്ക് നോക്കുക, ഈ പറയുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ട്, ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഈ 200-നെ നമ്മൾ വീതിച്ച് ഡിവൈഡ് ചെയ്യാണ്. എന്തിൻ്റെ റേഷ്യോയിൽ, ഈ സ്റ്റാൻഡേർഡിൻ്റെ റേഷ്യോയിൽ. അതായത് ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ 18.88 ഡിവൈഡഡ് ബൈ 202.2 ഇൻറ്റു 200. നമ്മൾ 200-നെ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ റേഷ്യോയിൽ വീതിക്കുകയാണ്. അപ്പോൾ എൻ്റെ കേസിൽ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 80-ഉം ബിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക, 121.32 ഡിവൈഡഡ് ബൈ 202.2 ഇൻറ്റു 200 ചെയ്തു. അപ്പോൾ 200 നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ആ റേഷ്യോയിൽ. സോ 120 കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഫോർമുലയിൽ എങ്ങനെയാണ്, മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. സോ 80 മൈനസ് 90 ചെയ്തു, ഇൻറ്റു എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, SR കൊണ്ട്, 200 കൊണ്ട്. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ ബിന്നും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ അഡ്വേഴ്സ് കിട്ടി, പിന്നത്തെ കേസിൽ ഫേവറബിൾ കിട്ടി. ഫേവറബിൾ ആണ് വലുത്. സോ നെറ്റ് എഫക്റ്റ് 1000 ഫേവറബിൾ വന്നു. ഓക്കെ, സോ 1000 ഫേവറബിൾ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോണതേ സബ് യൂസേജ് വാരിയൻസ് ആണ്. നമ്മുടെ സ്റ്റഡി മാറ്റിലൊക്കെ ഈൽഡ് വാരിയൻസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ സബ് യൂസേജ് വാരിയൻസ് നമ്മൾ ഈ ക്വസ്റ്റിൽ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, എങ്ങനെ വരണേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് യൂസേജ് വാരിയൻസിൻ്റെയും ഈൽഡ് വാരിയൻസിൻ്റെയും ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ചെയ്യുന്ന രീതി, അത് അവരുടെ ഫോർമുലാസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് സബ് യൂസേജ് വാരിയൻസിൻ്റെ ഫോർമുല എഴുതി വയ്ക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ
ഫോർമുല തന്നെ എഴുതിയിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ മാത്രം സബ് യൂസേജ് വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ നമ്മളത് കാൽക്കുലേറ്റ് എവിടെയെങ്കിലും ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റനിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ബേസ് ക്വസ്റ്റൻ ആയിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റനും ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ ബേസ് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെല്ലാതെയും പറഞ്ഞു പോണേ. ഓക്കെ, അപ്പോൾ സബ് യൂസേജ് വാരിയൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാദ്യം വരുന്നത് ടോട്ടൽ എസ് ക്യൂ ടോട്ടൽ എ ക്യൂ എന്നുള്ള കാര്യങ്ങളാണ്. ടോട്ടൽ എസ് ക്യൂ ടോട്ടൽ എ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആവറേജ് എസ് ആർ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഇനി പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് ഇവിടെ ടോട്ടൽ എസ് ക്യൂ മൈനസ് ടോട്ടൽ എ ക്യൂ. ടോട്ടൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ് 202.2, ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് 200. അപ്പോൾ നമ്മൾ രണ്ടും എടുത്തു, അതായത് 202.2 മൈനസ് 200 എടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ വന്നു. ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ്. ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതായത് ഈ 200, 300, 500 നമുക്ക് ഡിവൈഡ് ബൈ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ ഇവിടെ വെയിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇവിടെ ക്വാണ്ടിറ്റി ഡിഫറൻസ് ഉണ്ട്. ക്വാണ്ടിറ്റി സെയിം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആവറേജ് ചെയ്യായിരുന്നു. ഇവിടെ നമ്മൾ വെയിറ്റഡ് ആവറേജ് വേണം ചെയ്യാനായിട്ട്. വെയിറ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ ബേസിസിൽ. അപ്പോൾ വെയിറ്റഡ് ആവറേജ് എങ്ങനെ ചെയ്യുക? ഇത് ഇൻറ്റു 200 ചെയ്തു, ഇത് കിട്ടി. ഇത് ഇൻറ്റു 300 ചെയ്തു, ഇത് കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുത്തു 572 ഡിവൈഡഡ് ബൈ 202.2 ചെയ്യണം, എന്നാലാണ് വെയിറ്റഡ് ആവറേജ് ആവുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ടാണ്, വെയിറ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ടാണ് 572 ഫേവറബിൾ കിട്ടി. അപ്പോൾ സബ് യൂസേജ് വാരിയൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈൽഡ് വാരിയൻസ്, ഇത് സെയിം ആൻസർ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഒരു ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, പക്ഷെ മിക്ക ക്വസ്റ്റ്യൻസിലും അത് ആക്ച്വലി സെയിം ആണ് വരാറ്. ഇതിലൊരു പൊടിക്കുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. നോക്കാട്ടോ, ഇനി ഈൽഡ് വാരിയൻസിൻ്റെ ഇത് നോക്കാം. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്. അപ്പോൾ ഈൽഡ് വാരിയൻസിൽ ആദ്യം നമുക്ക് ഇവനെ കിട്ടണം, അതുപോലെ ഇവനെയും കിട്ടണം. ഇത് പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് അവൈലബിൾ ആണ്, ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ടാണ്. അതായത് ആക്ച്വൽ ഇൻപുട്ടിൽ നിന്നുള്ള, അതായത് നമ്മളിപ്പോൾ ഈ സ്റ്റാൻഡേർഡിനും ആക്ച്വലിനും ആക്ച്വലി ഒരേ ഔട്ട്പുട്ടാണല്ലോ. പക്ഷെ നമ്മൾ പറയുകയാണ് ഇപ്പോൾ ആക്ച്വൽ ഇൻപുട്ട് ഇവർ ശരിക്കും ഇൻസേർട്ട് ചെയ്തിട്ടുള്ള 200 കൊടുക്കുകയായിരുന്നുവെങ്കിൽ ശരിക്കും ആ ഒരു ബഡ്ജറ്റിൻ്റെ ബേസിസിൽ എത്ര വന്നേനെ, അതിനാണല്ലോ നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര വന്നേനെ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചു തരാം. നോക്കുക, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്. അപ്പോൾ ആക്ച്വൽ പ്രൊഡക്ഷൻ നമുക്കറിയാം എത്രയാണ്? 182 ടൺസ് ആണ്. അപ്പോൾ 182 ടൺസ് ഡിവൈഡ് ബൈ 202.2 അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഇതിന് പകരം നമ്മൾ ആക്ച്വൽ ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ, 200 ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ എത്ര വന്നേനെ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്. ഇത് മാറ്റി നമ്മൾ ആക്ച്വൽ ഇൻപുട്ട് ആക്കിയെന്ന്. അപ്പോൾ എത്ര വന്നേനെ? 180 വരേണ്ടതായിരുന്നു, 180 വന്നേ. പക്ഷെ നമുക്ക് എത്ര വന്നത്? 182 വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഇവിടെ എഴുതിയത് 180 എന്ന് എഴുതി. 180 മൈനസ് എത്ര കൊടുക്കണം? ഇവിടെ എത്രയാണ് ആക്ച്വൽ ഔട്ട്പുട്ട്? ആക്ച്വൽ ഔട്ട്പുട്ട് 182. നമുക്ക് വന്നിട്ടുള്ള എത്രയാണ്? 180 മൈനസ് 182 നോക്കി. സ്റ്റാൻഡേർഡ് ഇനി നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൻ്റെ 1 kg സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. സോ അത് നോക്കിയപ്പോൾ നമുക്ക് 52,572 ആണുള്ളത്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ഔട്ട്പുട്ട് 182 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ഈ ഒരു കേസിൽ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ കിട്ടിയിട്ടുള്ള ആൻസറിൽ നിന്ന് നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 182 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, സോ 182 നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട് കിട്ടി. അതായത് 182 ഒരു ടണ്ണ്. അപ്പോൾ എത്ര വന്നേനെ? 288.8 വന്നേനെ. 8 വന്നേനെ. ഓക്കെ, 288.86 ആണെന്ന് തോന്നുന്നു. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിശുക്കി ഞാൻ. ഓക്കെ, ഞാൻ അഗെയിൻ അത് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. 288.86 ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഇതിലിട്ട് കൊടുക്കുക. 180 മൈനസ് 182 ഇൻറ്റു 288.86 ചെയ്തു. അപ്പോൾ 577.72 വന്നു. ഇത് അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഫേവറബിൾ ആണ് വരിക. എങ്ങനെയെന്നല്ലേ അത് നിങ്ങൾ വിചാരിക്കും ആൻസറിൽ നെഗറ്റീവ് വരുമല്ലോ, അപ്പോൾ ഇതെന്താ അഡ്വേഴ്സ് അല്ലേ വരണ്ടേന്ന് വിചാരിക്കും. പക്ഷേ അഡ്വേഴ്സ് അല്ല, ഫേവറബിളാണ് വരേണ്ടത്. നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോഴും സൈനുകളിൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത്. അതായത് നമ്മൾ ആക്ച്വൽ ഇൻപുട്ട് കൊടുത്തിട്ട് ആക്ച്വൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വരാണെങ്കിൽ ശരിക്കും വരേണ്ടിയിരുന്നത് 180 ടൺസാണ്. പക്ഷെ നമുക്ക് എത്ര വന്നു? 182 വന്നു. അത് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂടി കഴിഞ്ഞാൽ നല്ലതല്ലേ, നമുക്ക് അത്രയും മുക്കാലോ. അപ്പോൾ 180 ആണ് വന്നതെങ്കിലും പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കി? ശരിക്കും 182 ഉണ്ടാക്കി. അപ്പോൾ അത് പുരോഗമനല്ലേ. അപ്പോൾ എന്താണ്? ഫേവറബിൾ ആണ് വരിക.
ആൻസർ ഫേവറബിൾ ആണ് വരിക. ഓക്കെ, ഇൻറ്റു 288.86. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, നെഗറ്റീവ് ആകുമ്പോൾ വരും. അപ്പം നിങ്ങൾ ആ നെഗറ്റീവ് കണ്ടിട്ട് അഡ്വേഴ്സ് ഇടാൻ പോകരുത്. ഓക്കെ, ഇതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ മിക്ക ക്വസ്റ്റിൽ ഇങ്ങനെ ഒരു പൊടിയുടെ ഡിഫറൻസ് വരാറില്ല, സെയിം ആണ് വരാറുള്ളത്. നമുക്ക് വേറെ ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മിക്ക കേസിലും സബ് യൂസേജും ഈൽഡ് വേരിയൻസിൻ്റെയും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈൽഡ് വേരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ സൈനുകൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇങ്ങനെയാണ് ഇലസ്ട്രേഷൻ നമ്പർ 2 നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരുപാട് ഇലസ്ട്രേഷൻ ഉണ്ട് അല്ലേ, 2, 3, 4, 5, 6, 7 ഇത്രയും ഇലസ്ട്രേഷനിൽ മെറ്റീരിയൽ വേരിയൻസ് മാത്രമാണ് പറയുന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇലസ്ട്രേഷൻ നമ്പർ 3 എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കി നോക്കാം. ഇനി നമ്മൾ ഇലസ്ട്രേഷൻ നമ്പർ 3 എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റഡി മാറ്റിലുള്ളതാണ്. ഫൈനൽ സ്റ്റഡി മാറ്റിലും ഇലസ്ട്രേഷൻ നമ്പർ 5 ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് 2022 ആയിട്ടാണ്. ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ 2016 സിലബസിലുള്ള സ്റ്റുഡൻസിനാണ്. അപ്പോൾ SB ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് BXC ബൈ മിക്സിൻ 3 റോ മെറ്റീരിയൽസ്, 3 റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്തുകൊണ്ട് BXC എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് SB ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓരോ ബാച്ചിനും 100 കിലോഗ്രാം വീതമാണ്. അതായത് ഓരോ ബാച്ചിനുള്ളിലും 100 കിലോഗ്രാമാണുള്ളത്. ഈ 100 കിലോഗ്രാമിൻ്റെ ഒരു ബാച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് 125 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണത്. ഏപ്രിൽ 2021 60 ബാച്ചസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 60 ബാച്ചസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ, ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5600 kg ആണ്. ഓക്കെ, ദി സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ പർട്ടിക്കുലേഴ്സ് ഫോർ ഏപ്രിൽ 2021 അരാസുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മിക്സ് തന്നിട്ടുണ്ട്. സോ ആക്ച്വലി ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു ഇത് ബഡ്ജറ്റഡിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. 50%, 30% എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഇത് ആക്ച്വലിൻ്റെ മിക്സ് തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റനിൽ ഈ ഒരു സാധനത്തിന് റെലവൻസ് ഇല്ല, പക്ഷെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് കിലോഗ്രാം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ പോകണ്ട. ഓക്കെ, നമ്മളോട് പറയാനുള്ള റെലവൻറ്റ് മെറ്റീരിയൽ വാരിയൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കുകയാണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഓരോ BXCയുടെ 100 കിലോഗ്രാമിൻ്റെ ബാച്ചിനും 125 കിലോഗ്രാം റോ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ അവർ 60 ബാച്ച് പ്രൊഡ്യൂസ് ചെയ്തു. 60 ബാച്ചിൽ ഔട്ട്പുട്ട് വരുന്ന 5600 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് 125 കിലോഗ്രാം ഇൻപുട്ട് യൂസ് ചെയ്തിട്ടാണ് 100 കിലോഗ്രാം BXC ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊരു മിസ് മാച്ച് ഉണ്ടല്ലോ, 25 കിലോഗ്രാം എവിടെ പോയി? ആ 25 കിലോഗ്രാം നമ്മൾ ലോസ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് 125 കിലോഗ്രാം ഉണ്ടായിരുന്നേനെ ലോസ് ഇല്ലായിരുന്നുവെങ്കിൽ, പക്ഷെ നമുക്ക് വന്നിട്ടുള്ളത് 100%, അതായത് 100 കിലോഗ്രാം ആണ്. അപ്പോൾ ഇതിന് പെർസെൻറ്റേജ് വൈസ് നമ്മളൊന്ന് മനസ്സിലാക്കി തരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ക്വാണ്ടിറ്റി വേണമല്ലോ നമുക്ക്, ലോസ് ഉള്ളത് തന്നിട്ടുള്ളത് എന്തിനാണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ലോസിന് മുന്നത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, അതിനാണ് ഈ ലോസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷനും തന്നിട്ടുണ്ടായിരിക്കും. സോ ആക്ച്വൽ പ്രൊഡക്ഷൻ 5600. സോ നമ്മൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡിനും ബാധകമാണ്. ഓക്കെ, ഇത് ആക്ച്വൽ ഔട്ട്പുട്ട് ആണെങ്കിലും സ്റ്റാൻഡേർഡ് നമ്മൾ ഈ ഒരു ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ ബേസിൽ കണ്ടുപിടിക്കുക. കാരണം എന്താണ്, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലിന് വേണ്ടിയിട്ടുള്ളതാണ്, ആക്ച്വൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് ബഡ്ജറ്റഡ് റേഷ്യോ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ 5600 എടുത്തു, ഡിവൈഡഡ് ബൈ 5600 എന്ന് പറഞ്ഞിട്ടുള്ളത് ലോസ് കഴിഞ്ഞിട്ടുള്ളതാ. ലോസിന് മുൻപ് 125 ഉണ്ടായിരുന്നു, ലോസിന് ശേഷം 100ആയി. സോ ഈ 100ന് ഈക്വലാണ് ഈ 5600. എനിക്ക് 125ന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വേണം, അതായത് ലോസിന് മുന്നത്തെ വാല്യൂ വേണം എനിക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇൻറ്റു 125 ചെയ്തു, എനിക്ക് 7000 കിലോഗ്രാം കിട്ടി. ഇനി ഈ ഒരു കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റഡി മാറ്റിൽ തന്നിട്ടുള്ള ആ ടേബിളിനുള്ളിൽ ഒരു റേഷ്യോ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ബേസിസിലാണ് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് 7000 × 50% എൻ്റെ കിട്ടി, 30% ബീൻ്റെ കിട്ടി, 7000 C ചെയ്യുമ്പോൾ അതായത് 20% ചെയ്യുമ്പോൾ സീൻ്റെയും കിട്ടി. ഇനി പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ എല്ലാതുമായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുള്ളതാണ്. 20, 15 ഒക്കെ നമുക്ക് പ്രൈസുകളൊക്കെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആക്ച്വൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും കണ്ടുപിടിക്കുക എന്താ, കൺസ്യൂം ചെയ്തത്. കാരണം ആക്ച്വലി നടന്നു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ആക്ച്വൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ ശരിക്കും എത്രയാണ് കൺസ്യൂം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതായത് അവർ പറഞ്ഞിട്ട് ഏപ്രിൽ 60 ബാച്ചാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത്. ഓരോ ബാച്ചിനും 125 കിലോഗ്രാം റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 60 ബാച്ചിന് എത്ര കിലോഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, 60 × 125 ചെയ്യുക. ഓക്കെ, സോ 60 × 125 ചെയ്യുമ്പോൾ 7500 കിലോഗ്രാം നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ ആ ടേബിളിലുള്ള റേഷ്യോ ബേസിസിൽ നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെയും ബീൻ്റെയും സീൻ്റെയും കിട്ടി. 21, 8 and 6 അവർ ഡയറക്റ്റ്ലി ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 98,000 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതായത് 3500 × 20 ചെയ്തു, 3500 × 20 പ്ലസ് 2100 × 10 പ്ലസ് 1400 × 5 ചെയ്യുമ്പോൾ ടോട്ടലി മെമ്മറി റിക്കോൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 98,000.
അതായത് നമ്മൾ ഈ 3 എണ്ണത്തിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്തു 3 എണ്ണത്തിൻ്റെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തു, ടോട്ടൽ കിട്ടുന്നതാണിത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടെത്താറുള്ളത് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സോ 17,500 അഡ്വേഴ്സ് വന്നു, കാരണം 98,000 വരേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ എത്ര വന്നു? 1,15,500 വന്നു, എക്സ്ട്രാ വന്നു അല്ലേ? 17,500 അഡ്വേഴ്സ് സിറ്റുവേഷൻ ആണ്. രണ്ടാമത്തെ കേസ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു SR. ഇതുകൊണ്ട് ചെയ്യണമല്ലേ? സോ നമ്മൾ സെപ്പറേറ്റ് വൈസ് വേണം ചെയ്യാനായിട്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ഇവിടെ കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ആണ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഞാൻ ആദ്യത്തെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, 3,500 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് 4,500 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 20. ഇതെടുത്തു എൻ്റെ കേസിൽ. അതുപോലെ ബിൻ്റെയും സീൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മളിത് ഓരോന്നും ചെയ്യുമ്പോൾ എക്ക് അഡ്വേഴ്സ്, ബിക്ക് ഫേവറബിൾ, സിക്ക് അഡ്വേഴ്സ് ആണ്. നെറ്റ് എഫക്റ്റ് എടുക്കുമ്പോൾ 14,500 അഡ്വേഴ്സ് ആണ് വരുന്നത്. സോ 40,500 അഡ്വേഴ്സ്. അടുത്തത് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആണ്. പ്രൈസ് വാരിയൻസിന് ഇതുപോലെ തന്നെ സെപ്പറേറ്റ്ലി ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ എൻ്റെ പറഞ്ഞു തരാണെങ്കിൽ 20 മൈനസ് 21 ഇൻറ്റു 4,500 വേണം ചെയ്യാനായിട്ട് എൻ്റെ കേസിലിട്ടാ. അതുപോലെ തന്നെ ബിൻ്റെയും സീൻ്റെ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. ആദ്യത്തെ കേസ് അഡ്വേഴ്സ്, പിന്നെ ഫേവറബിൾ അഡ്വേഴ്സ്. നെറ്റ് എഫക്റ്റ് 3,000 അഡ്വേഴ്സ് ആണ്. സോ 3,000 അഡ്വേഴ്സ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ആണ്. അതിനായിട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട് വേണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് അതായത് ശരിക്കുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 5,600 ആണ്. ഇതെന്ന് പറയുന്നത് 7,000 ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എത്ര വേണം? ആക്ച്വൽ ഇൻപുട്ടിന് വേണം 7,000 ആണ് സ്റ്റാൻഡേർഡിൻ്റെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വൽ ഇൻപുട്ടിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 7,500 ചെയ്യുന്നു. നേരത്തെ ഇലസ്ട്രേഷൻ നമ്പർ 2 ചെയ്ത പോലെ തന്നെ നമുക്ക് 6,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫ്രം ആക്ച്വൽ ഇൻപുട്ട് മൈനസ് എന്ത് ചെയ്യണം? ആക്ച്വൽ ഔട്ട്പുട്ട് ചെയ്യുക. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 5,600 ആണ്. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റാൻഡേർഡ് റേറ്റ് 98,000 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? ആക്ച്വൽ ഔട്ട്പുട്ട് വീണ്ടും ചെയ്യുക 5,600. ഇവിടെ 3 കേസുകളിൽ 5,600 കയറി വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്. ഈ 3 കേസുകളിലും ആക്ച്വൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 7,000 അഡ്വേഴ്സ് കിട്ടി. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7,000 അഡ്വേഴ്സ്. നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആണ്. മിക്സ് വാരിയൻസ് ഇവിടെ തന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. മിക്സ് വാരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് വേണം? RSQ വേണം. അതായത് റിവേഴ്സ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എടുത്ത് എഴുതാണ്. അപ്പോൾ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് നമ്മൾ എൻ്റെ കേസ് പറഞ്ഞു തരാണെങ്കിൽ 3,500 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 7,000 ഇൻറ്റു എന്ത് ചെയ്യണം? 7,500 ചെയ്യുക. അപ്പോൾ എൻ്റെ കിട്ടും. അപ്പോൾ എൻ്റെ കിട്ടി, ബിൻ്റെ കിട്ടി, സീനും കിട്ടി. ഓക്കെ, അപ്പോൾ 3,750, 2,250, 1,500 കിട്ടും. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റികൾ 4,500, 1,500, 1,500. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ അഡ്വേഴ്സ് കിട്ടി, പിന്നത്തെ കേസിൽ ഫേവറബിൾ കിട്ടി, പിന്നത്തെ കേസിൽ ബ്രാക്കറ്റിനുള്ളിൽ 0 വരണേ. 0 × 5 ചെയ്താൽ എത്ര? 0 എത്രയാ? 0 തന്നെയല്ലേ? സോ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. ബാക്കിയുള്ളതിൻ്റെ നെറ്റ് എഫക്റ്റ് എടുക്കുക. 7,500 അഡ്വേഴ്സ് വരുന്നു. സോ 7,500 ആണ് അഡ്വേഴ്സ്. അതായത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇലസ്ട്രേഷൻ നമ്പർ 3 നമ്മൾ ചെയ്യേണ്ടത്. നമ്പർ 4 ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഫൈനലിൽ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. Browse foundry making castings which are transferred to the machine shop of the company and standards in regard to material stocks which are kept at standard price are as follows. ഈ ഒരു സാധനം നമ്മൾ ഇതുപോലെ വായിച്ചു വിടും. പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട്, ശ്രദ്ധിക്കുക. മെറ്റീരിയൽ സ്റ്റോക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് പ്രൈസിലാണെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവും, പിന്നത്തെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് മിക്സ്ചർ 70%. അതായത് നമ്മുടെ സ്റ്റഡി മാറ്റിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള കോപ്പറും സെഡ് എന്ന് പറഞ്ഞ സിങ്കും ആണ് കേട്ടോ. സോ 70% കോപ്പർ, 30% സിങ്ക്. പിന്നെ പറഞ്ഞിട്ടുള്ളത് സ്റ്റാൻഡേർഡ് റേറ്റുകൾ വന്നിട്ടുണ്ട്. 2,400 പെർ ടൺ ഇൻ കേസ് ഓഫ് കോപ്പർ, 650 പെർ ടൺ ഇൻ കേസ് ഓഫ് മെറ്റീരിയൽ സെഡ്. പിന്നെ സ്റ്റാൻഡേർഡ് ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ശരിക്കും നടന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള തന്നിട്ടുണ്ട്. അതായത് ഫിഗേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എ കോസ്റ്റിംഗ് പീരീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ കമൻസിങ് സ്റ്റോക്ക്, ഫിനിഷ് സ്റ്റോക്ക്, പർച്ചേസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, മെറ്റീരിയൽ മെൽറ്റഡ് 400 ടൺസ് മെറ്റീരിയൽ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ്? 375 ടൺസ്. സോ ഇവനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 375 ടൺസ്. ഓക്കെ, ഈ കേസുകളൊക്കെ എന്തിനാ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും ചെയ്തിട്ടില്ല. നമ്മൾ ഈ 2 ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ള വെച്ച് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റിയോ അതുപോലെ തന്നെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ സെൻറ്റൻസും. ഓക്കെ,
അപ്പോൾ നമുക്കത് ചെയ്ത് തുടങ്ങാം. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കറിയാം 375 ടൺസാണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, ദാറ്റ് ഈസ് ദി ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ തന്നെ 5% ലോസും ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ 375 എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരിക്കും? ഈ 5% കുറഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും അല്ലേ? 95% ആയിരിക്കും. 95% തുല്യമായിരിക്കും ഈ പറയുന്ന 375. അതായത് 100% നിന്ന് ലൈക്ക് 100 ആയിരിക്കും നമ്മുടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിൽ നിന്ന് 5% കുറഞ്ഞിട്ടുള്ളതാണ് എത്ര? 95. അതായത് ഈ 95 എന്ന് പറയുന്നത് 375ക്ക് തുല്യമായിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടത് എത്ര? ലോസിന് മുന്നത്തെ വാല്യൂ ആണ്. അപ്പോൾ 375 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എനിക്ക് 395 കിട്ടി. ഇനി ഈ 395 ഞാൻ എന്ത് ബേസിസിൽ കൊടുക്കുകയാണ്? ഈ 70 അതുപോലെ 30% പറഞ്ഞിട്ടില്ലേ, ആ ബേസിസിൽ ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് സിൻ്റെയും സെഡിൻ്റെയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റികൾ കിട്ടി. ഇത് പിന്നെ 2400 650 ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി ആക്ച്വൽ നമുക്ക് കണ്ടെത്തണ്ടേ, ആക്ച്വലിൻ്റെ ക്വാണ്ടിറ്റികളും വാല്യൂസും കണ്ടെത്തണ്ടേ. അതിനാണ് ഈ പറയുന്ന പെട്ടികളിൽ തന്നിട്ടുള്ളത്. നോക്കുക, കമൻസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ സീൻ്റെ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ സീൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 100 ഉണ്ട്, പർച്ചേസ് എത്രയാണ്? 300 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയും 400 ആയി. ഇനി ആ വർഷാവസാനം നോക്കിയപ്പോൾ സ്റ്റോക്ക് എത്രയുണ്ട്? ബാക്കി 110 ഉണ്ട്. ശരിക്കും കൺസ്യൂം ചെയ്തതാണ് എനിക്ക് വേണം. ശരിക്കും ആ ഒരു വർഷത്തിൽ എത്ര ടണ്ണ് ഞാൻ യൂസ് ചെയ്തു, കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണിത്. അല്ല, ആക്ച്വൽ കൺസ്യൂംഡ് അല്ല നമ്മൾ നോക്കാറ്. അപ്പോൾ ഈ 400ൽ നിന്ന് ഞാൻ ഈ പറയുന്ന 110 കുറച്ചു. അപ്പോൾ എത്രയാണ് കൺസ്യൂം ചെയ്തത് എനിക്ക് മനസ്സിലാവുമല്ലോ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 290. അതുപോലെ തന്നെ സെഡിൻ്റെ കേസിൽ 60 ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ. ഞാൻ എന്ത് ചെയ്തു? 100 വാങ്ങിച്ചു. അപ്പോൾ എത്രയേ? 160 അവസാനം നോക്കിയപ്പോൾ, ആ ഒരു വർഷം അവസാനം നോക്കിയപ്പോൾ 50 ഉണ്ടായിരുന്നു. അതായത് ഞാൻ 110 കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസിലേക്ക് വരാം. ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസിലാണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് കോപ്പറിൻ്റെ കേസ് പറഞ്ഞു തരാം ആദ്യം. അപ്പോൾ കോപ്പറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2400 ഒരു ടണ്ണിന്. അപ്പോൾ 100 ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, 100 × 2400 ചെയ്യുക. അപ്പോൾ ഇത് കിട്ടി, ഫൈൻ. ഇനി 300ൻ്റെ കേസ് എങ്ങനെയാണ്? 300 അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. 7,32,500 ഇത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഈ പറയുന്ന പർച്ചേസിന് ബാധകമല്ല. പർച്ചേസിന് ആക്ച്വലി ശ്രദ്ധിച്ചാൽ മതി. കാരണം ആകെ കൂടി സ്റ്റോക്കിൻ്റെ കേസിൽ മാത്രമേ സ്റ്റാൻഡേർഡ് റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആക്ച്വൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ എക്സാക്ട്ലി ദാറ്റ് എമൗണ്ട് നമ്മൾ എഴുതി വെച്ചു. നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ട് നമ്മൾ ആഡ് അല്ലേ ചെയ്തത്. സോ ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്തു. 9,72,500 കിട്ടി. അതിനുശേഷം വീണ്ടും ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ്? 110 ഉണ്ടല്ലോ ഇവിടെ ടണ്ണ്, ഇൻറ്റു 2,400 ചെയ്യുക. അപ്പോൾ 2,64,000 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 400ൽ നിന്ന് 110 കുറയ്ക്കല്ലേ ചെയ്തത്. അതുപോലെ തന്നെ 9,72,500 നിന്ന് 2,64,000 കുറച്ച് കഴിഞ്ഞാൽ 7,08,500 കിട്ടും. ഓക്കെ, സോ ഈ ഒരു സംഭവമാണ് കോപ്പറിൻ്റെ കേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആക്ച്വലിൻ്റെ ആയിട്ട്. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? സിങ്കിനും ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ 60 × 650 ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി. പിന്നെ പർച്ചേസ് ചെയ്ത് ഇവിടെ ഡയറക്റ്റ്ലി വന്നിട്ടുണ്ട്. ഇത് രണ്ട് ആഡ് ചെയ്തു, ഇത്ര കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 50ന് ഈക്വൽ ആയിട്ടുള്ളത്, അതായത് 50ന് എത്രയാണെന്ന് നോക്കണം. 50 × 650 ചെയ്തു, 32,500 കിട്ടി. ഇതിൽ നിന്ന് ഇത് കുറച്ചു, 69,000 കിട്ടി. എന്നിട്ട് ഈ പെട്ടികളിലുള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആക്ച്വലിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നോക്കുക, എൻ്റെ ഇതിലേക്ക് നോക്കുക. സോ ജസ്റ്റ് അതൊക്കെ ഞാൻ ടോട്ടൽ ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ നമുക്ക് പെർ ടൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ഡിവൈഡ് ലൈക്ക് 7,08,500 ഡിവൈഡ് ബൈ 290 ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. നമുക്ക് കാൽക്കുലേഷനിലൊക്കെ ആക്ച്വൽ പ്രൈസൊക്കെ ആവശ്യം വരുന്നതാണല്ലോ. സോ അതനുസരിച്ച് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് മെറ്റീരിയൽ പ്രൈസ്, മിക്സ്ചർ, ഈൽഡ്, വാരിയൻസ് ഇത് 3 മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 3 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? പ്രൈസ്, മിക്സ്ചർ, ഈൽഡ്. പ്രൈസ്, മിക്സ്ചർ, അതുപോലെ ഈൽഡ്, ഇത് 3 ഇവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അപ്പോൾ അത് 3 തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സാമിലൊക്കെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം അതിനുള്ള മാർക്കേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാതും ചെയ്ത് ടൈം കളയാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ പ്രൈസ് വാരിയൻസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. കാരണം സെപ്പറേറ്റ്ലി എ ബി അതുപോലെ സെപ്പറേറ്റ്ലി സീൻ്റെയും സെഡിൻ്റെയും കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ കാണാനായിട്ട് എളുപ്പമാണ് ചെയ്യാനായിട്ട്. മെറ്റീരിയൽ മിക്സ് വാരിയൻസിൻ്റെ RSQ എങ്ങനെ കണ്ടെത്തണമെന്നും അതുപോലെ ഈ 2 വാല്യൂസും എങ്ങനെ വരണമെന്നും കാണിച്ചു തരാം. അതിനുശേഷം ഞാനത് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഈ പറയുന്ന ഫോർമുലയിൽ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഈൽഡിൻ്റെ കേസ് നോക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ ഇൻപുട്ട്. ഇവിടെ ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ്? 375 അല്ലേ? 375 നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് ചെയ്യും. 75 ഡിവൈഡഡ് ബൈ നമ്മൾ ശരിക്കും ഇൻപുട്ട് ചെയ്ത് എത്രയാണ്?
ലൈക്ക് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ 395 ആണ്, പക്ഷേ ആക്ച്വൽ ഇൻപുട്ട് എത്രയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. സോ 395 ഇൻറ്റു 400 വേണം ചെയ്യാനായിട്ട്. സോ 379.75 കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫോർമുലയിൽ പോയിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ സാധനം. ഓക്കെ, ഇനി നമുക്ക് എന്തുകൂടി വേണം, ആ ഒരു ഫോർമുല പൂർത്തിയാക്കാൻ എന്തുകൂടി വേണം, സ്റ്റാൻഡേർഡ് റേറ്റ് പെർ kg അല്ലെങ്കിൽ ടൺ ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഓൾറെഡി ടോട്ടൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഔട്ട്പുട്ട്, ദാറ്റ് 375 ആണ് ആക്ച്വൽ ഔട്ട്പുട്ട്, അത് ചെയ്യുക. സോ 1975 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സംഭവം നിങ്ങൾ ആ ഫോർമുലയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇനി RSQ, നമ്മുടെ മിക്സ് വാരിയൻസിൽ RSQ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ RSQ എങ്ങനെ കണ്ടെത്തുന്നത്, അതായത് ഈ പറയുന്ന ആക്ച്വലിനെ ഈ 400-നെ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ വിധിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആ പേരിൽ തന്നെയുണ്ട്, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, റിവൈസ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, 276.5 ഡിവൈഡഡ് ബൈ 395 ഇൻറ്റു 400 ചെയ്യുന്നു. അപ്പോൾ സിങ്കിൻ്റെ കേസിൽ 118.5 ഡിവൈഡഡ് ബൈ 395 ഇൻറ്റു 400 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് കിട്ടി. ഇനി നിങ്ങളത് ചെയ്യുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഫോർമുലയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 4 കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരെയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് റോക്ക് യുവർ സ്റ്റഡീസ്. ബൈ.